പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബാകുന്ന അസ്സവാജിർ എന്ന് പറയുന്ന കിതാബിൽ നിന്ന് കേട്ടോളൂ. ഞാൻ വായിക്കാം. ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റുമോ എന്ന്, ആണോ അല്ലേ എന്നാണ് പള്ളി ദർസിൽ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടോളൂ. അനങ്കൂരിലെ മുസ്ലിങ്ങളെ ചോദിച്ചോളൂ, അന്വേഷിച്ചോളൂ. ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ചെറിയ പ്രബോധകനായി, എളിയ പ്രവർത്തകനായി ശിഹാബ് അടക്കര എന്ന് പറയുന്ന ഒരാൾ വന്ന് പ്രസംഗിച്ചു. ശരി, നിങ്ങൾ എല്ലാവരും കേട്ടുവല്ലോ. ഞാൻ പറയുന്നു, അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഖബർ കെട്ടിപ്പൊക്കരുത് എന്നാണ് പറഞ്ഞത്. കേട്ടോളൂ, ഞാൻ വായിച്ചു തരാം. വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ കിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അലറു മിൻ മസ്ജിദിൽ ദിറാർ. ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ എടുപ്പുകൾ, ഖബറിന്റെ മീതെ കെട്ടിപ്പടുത്തത്, ഖബറിന്റെ മീതെ ഉണ്ടാക്കിയ കുബ്ബകൾ, ഖബറിന്റെ മീതെ എടുപ്പുണ്ടാക്കിയത് പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. ഇത് ഹിയ അലറു മിൻ മസ്ജിദിൽ ദിറാർ. കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ് ഇത്. നിർത്തിയില്ല. ലി അന്നഹാ, പള്ളി ദർസിലെ കിതാബ് പറയുന്നു, കാരണം കൂടി പറഞ്ഞു തരുന്നു. ലി അന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്നത്. ലി അന്നഹു, ഖബർ കെട്ടിപ്പൊക്കുക എന്ന കാര്യം നഹാ അൻ ദാലിക്, മുത്തുനബി ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ്. വഅമറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, ബിഹദ്മി ഖുബ്രിൽ മുശ്രിഫ, പൊന്തി നിൽക്കുന്ന ഖബറുകളെ പൊളിക്കണമെന്നതാണ് നബിയുടെ കൽപ്പന. പള്ളി ദർസിൽ ഓതി കൊടുക്കുന്ന കിതാബാകുന്ന അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഒന്നാമത്തെ വാള്യം പരിശോധിച്ചോളൂ. അതിൽ 200ന്റെ താഴെ വരുന്ന പേജുകളിലാണ് ഈ വിഷയം കൃത്യമായി വിവരിക്കുന്നത്. അപ്പൊ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ വരെ ഈ കാര്യങ്ങൾ ഖണ്ഡിതമായി പറയുന്നു.